അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് സ്വാലിഹായ നല്ല ഭാര്യമാരുടെ 10 ലക്ഷണങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് പുരുഷന്മാരുണ്ട്, ഭാര്യമാരുടെ ദുസ്വഭാവം കാരണം ജീവിതം പൊറുതിമുട്ടി ജീവിക്കുന്നവർ. നേരെ മറിച്ച് ഭാര്യയുടെ നല്ല സ്വഭാവം കാരണം വളരെ റാഹത്തോടുകൂടെ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകളും നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭാര്യ എന്ന് പറയുന്നത്. ഭാര്യയുടെ സ്വഭാവം നന്നായാൽ മക്കൾ നന്നാവും. ഭാര്യയുടെ സ്വഭാവം നന്നായാൽ കുടുംബത്തിൽ വലിയ റാഹത്തുണ്ടാകും. കാരണം കുടുംബജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പകുതിയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് സ്ത്രീകൾക്കാണ്, ഭാര്യമാർക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് 10 നല്ല സ്വഭാവമുള്ള ഭാര്യമാരുടെ സ്വഭാവങ്ങളെക്കുറിച്ചാണ്. ഇതിലേതൊക്കെ സ്വഭാവമാണ് നമുക്കുള്ളത്, ഏതൊക്കെയാണ് ഇല്ലാത്തത്, ഇനി അങ്ങനെ നമുക്ക് എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ, പ്രിയപ്പെട്ട ഇണയുടെ കൂട്ടുകാരനായി ജീവിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോ കേട്ട് ചിന്തിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, അന്നിസാഉ സ്വാലിഹാത്ത്, സ്വാലിഹാത്തുകളായ സ്ത്രീകൾ അല്ലേ, അവരുടെ 10 ലക്ഷണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഹിഫ്ളുൽ ഗൈബി. ഹിഫ്ളുൽ ഗൈബ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതു ലിൽ ഗൈബി. ഭർത്താവില്ലാത്തപ്പോൾ പോലും, ഭർത്താവിൻ്റെ അഭാവത്തിൽ പോലും സൂക്ഷ്മത പാലിക്കുന്ന സ്ത്രീകൾ അല്ലേ. അവരാരൊക്കെയാണ്? ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ പുറത്തു പറയാത്ത, ശരീരം ഭർത്താവിൻ്റെ അഭാവത്തിൽ പോലും സംരക്ഷിക്കുന്ന, മറ്റൊരാൾക്ക് മുമ്പിലും തൻ്റെ ഔറത്ത് തുറന്നു കാട്ടാത്ത, ആരുമില്ലെങ്കിലും ഒറ്റക്കാണെങ്കിൽ പോലും തൻ്റെ ഭർത്താവിനെ ഹൃദയതുല്യം സ്നേഹിക്കുന്ന ഭാര്യ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഭർത്തൃ ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരസ്പര വിശ്വാസവും സ്നേഹവുമാണ്. ഇത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ഭർത്താവ് കാണാത്ത സമയത്താണെങ്കിലും ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഭാര്യ. ഇനി രണ്ടാമത്തെ കാര്യം ഖില്ലത്തു ത്വലബാണ്. ഖില്ലത്തു ത്വലബ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ അനാവശ്യമാക്കുന്ന ഭാര്യ. അനാവശ്യമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയുള്ള ജീവിതത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്വഭാവം, എനിക്ക് ആ ഡ്രസ്സ് വേണം, ഇത് വേണം, ആ നിറത്തിലുള്ളത് വേണം, ഈ നിറത്തിലുള്ളത് വേണം, അവളുടെ കയ്യിലുള്ളത് വേണം, അവൾ ധരിച്ചത് കണ്ടിട്ടില്ല, അങ്ങനെയുള്ളത് വേണം, ആ വാഹനം വേണം, ഈ വാഹനം വേണം. ഇങ്ങനെ ഒരു വലിയ കഴിവുകളൊന്നുമില്ലാത്ത, ഒരു വീക്കായിട്ടുള്ള, ഇനി വീക്കല്ലെങ്കിൽ പോലും അനാവശ്യമായിട്ട് ഭർത്താവിനോട് ആവശ്യങ്ങൾ ഉന്നയിക്കുക. ചെറിയ ചെറിയ പരിപാടികൾക്ക് പോലും വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടി വാശി പിടിക്കുക. അല്ലെങ്കിൽ എപ്പോഴും യാത്ര ചെയ്യാൻ വേണ്ടി ഭർത്താവിൻ്റെ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ അയാളോട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യാത്രകൾ പോകാൻ വേണ്ടിയിട്ടും, വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടും, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും, ഇങ്ങനെ ആവശ്യങ്ങൾ അനാവശ്യമായിട്ട് ഭർത്താവിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഭാര്യ, ഇത് നല്ല സ്വഭാവമല്ല. ആവശ്യങ്ങൾ പറയാം, ഈ പറയുന്ന ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ അയാളുടെ കയ്യിൽ പണമുണ്ടോ, അയാളുടെ വരുമാനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം ഭാര്യയ്ക്കുണ്ട്. സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ അയാളുടെ വരുമാനത്തെ കണ്ടറിഞ്ഞ് മാത്രമേ ചെലവഴിക്കാൻ ഭർത്താവിനെ അനുവദിക്കൂ. അതാണ് സ്നേഹമുള്ള ഭാര്യ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില ഭർത്താക്കന്മാരുടെ ദാരിദ്ര്യത്തിന് കാരണം ഭാര്യമാരാണെന്ന് അല്ലേ. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നല്ല സ്നേഹമുള്ള ദാമ്പത്യ ജീവിതമാണെങ്കിൽ, റാഹത്തുള്ള ദാമ്പത്യ ജീവിതമാണെങ്കിൽ അനാവശ്യമായിട്ട് ഭർത്താവിനോട് ആവശ്യങ്ങൾ പറയാൻ പാടില്ല. ഇനി മൂന്നാമത്തത് ഹുസ്നു തബഅുലാണ്. ഭർത്താവിനോട് നല്ല പെരുമാറ്റം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ടെന്ന് അറിയോ, നല്ല ഭാര്യയാണെങ്കിൽ ഭർത്താവ് കാണുമ്പോൾ ഭർത്താവിന് സന്തോഷം ഉണ്ടാകുന്നു. ഭാര്യയെ നോക്കുന്ന സമയത്ത് ഭർത്താവിന് സന്തോഷം ഉണ്ടാകും. അത് സൗന്ദര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ഒരിക്കലും ഭർത്താവ് ഫോൺ വിളിക്കുന്ന സമയത്ത് വെറുതെ അനാവശ്യമായ തർക്കങ്ങളിലേക്ക് പോകാത്ത, ഒരു പുഞ്ചിരിയോടുകൂടെ ഭർത്താവിനെ സ്വീകരിക്കുന്ന, ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ സന്തോഷത്തോടുകൂടെ ചെയ്തു കൊടുക്കുന്ന, അദ്ദേഹത്തിൻ്റെ മക്കളെ നല്ല നിലയിൽ പോറ്റുന്ന ഭാര്യ അല്ലേ. ഇതാണ് ഹുസ്നു തബഅുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനോട് നല്ല പെരുമാറ്റം സംസാരത്തിലും. ഇപ്പോൾ ദേഷ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ഉച്ചത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ അത് നിർബന്ധിപ്പിക്കുന്ന രൂപത്തിൽ, വാശി പിടിപ്പിക്കുന്ന രൂപത്തിൽ ഭർത്താവിനോട് ആവശ്യപ്പെടുക. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇനി അടുത്തതാണ് അസുകൂത്ത് ഇൻദൽ ഗദബി.
നല്ല ഭാര്യമാരുടെ നാലാമത്തെ അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്ന ഭാര്യയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഭാര്യയും ഭർത്താവും ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടാതിരിക്കാത്തതാണ്. എന്നാൽ റസൂലുള്ള പറയാണ്, കോപം നിയന്ത്രിക്കുന്നവനാണ് ഈമാനുള്ളവൻ. അപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വരുന്ന സമയം, നമ്മളിന്ന് ഭാര്യയെക്കുറിച്ച് മാത്രം പറയുന്നത് കൊണ്ടാണ് ഭർത്താവിൻ്റെ ഭാഗം പറയാത്തത്. ഭാര്യയ്ക്ക് ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടാതിരിക്കുക. ചിലപ്പോൾ ഭർത്താവ് ദേഷ്യപ്പെട്ടത് കൊണ്ട് ദേഷ്യപ്പെടുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടാവാം. ദേഷ്യം വരുന്ന സമയത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുക. ഇത് നല്ല ഭാര്യയുടെ ലക്ഷണമാണ് അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരാണോ നമ്മൾ? ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇനി അടുത്തതാണ് തഖ്ദീറുൽ ഖലീൽ. കുറഞ്ഞ കാര്യങ്ങളിൽ, കുറഞ്ഞ ജീവിതത്തിൽ, താഴ്മയുള്ള ജീവിതത്തിൽ തൃപ്തിപ്പെടുന്നവൾ. ഭർത്താവിന് വലിയ വരുമാനമൊന്നുമില്ല, അയാൾ കൂലിപ്പണിക്ക് പോയിട്ട് വല്ലപ്പോഴുമൊക്കെ ജോലി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നല്ല കമ്പനിയിലാണ് പക്ഷെ സാലറി കുറവാണ്. എന്നാൽ ഭാര്യ ഭർത്താവിൻ്റെ വരുമാനം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെലവഴിക്കുന്നവൾ, അതനുസരിച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവൾ അല്ലേ? ഭർത്താവിൻ്റെ വരുമാനത്തെ, അയാളുടെ കുറവുകളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഭാര്യ വല്ലാത്തൊരു തൗഫീഖാണ്. അങ്ങനെ കിട്ടുന്ന ഭർത്താക്കന്മാർ ഭാഗ്യവാന്മാരാണ്. എത്ര ഒന്നുമില്ലെങ്കിൽ പോലും ഭർത്താവിൻ്റെ ആ ഇല്ലായ്മയിൽ സന്തോഷം കണ്ടെത്തുന്ന പ്രിയപ്പെട്ടവൾ. ഇനി അടുത്തതാണ് കിച്മാനുൽ അസ്റാർ, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഭർത്താവിന് കുറവുകളുണ്ടാവും, അയാളുടെ ശാരീരികമായ പരിമിതികൾ, മാനസികമായ പരിമിതികൾ, അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ദുസ്വഭാവങ്ങളുണ്ട്, അല്ലെങ്കിൽ പഴയ കാലത്ത് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എന്തെങ്കിലും കാര്യങ്ങൾ ഭാര്യയോട് ഷെയർ ചെയ്തിരുന്നു. ഭാര്യ കൂട്ടുകാരികളോടൊക്കെ വിളിച്ചു പറയാം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയിട്ട് പറയാം, അല്ലെങ്കിൽ മൂന്നാമതായിട്ട് മറ്റൊരാളോട് വിളിച്ചു പറയാം ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ, കുറവുകൾ. ഇത് സൽസ്വഭാവിയായ ഭാര്യയ്ക്ക് ചേർന്നതല്ല. നല്ല സ്വഭാവമുള്ള ഭാര്യ, തൻ്റെ ഭർത്താവ് താൻ വിശ്വസിച്ചത് കൊണ്ടാണ് ഭർത്താവ് ഭാര്യയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇത് മറ്റൊരാളോടും പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. ഇനി അടുത്തത് മുവാസാത്തു സൗജി, ഭർത്താവിനെ മാനസികമായി പിന്തുണക്കുന്ന ഭാര്യ അല്ലേ? ഭർത്താവിനെ മാനസികമായി പിന്തുണക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭർത്താവ് നല്ല ജോലി തിരക്കുള്ള ആളാണ്. അപ്പോൾ ഭർത്താവിനോട് സ്നേഹത്തോടുകൂടെ, പ്രിയപ്പെട്ടവനെ സാരല്ല, അല്ലെങ്കിൽ രാത്രി വരുന്ന സമയത്ത് ജോലി തിരക്കൊക്കെ അതിൻ്റെ ടെൻഷനിലൊക്കെ ആയിരിക്കും. അപ്പോൾ നല്ല നല്ല വാക്കുകൾ പറഞ്ഞിട്ട്, കുറ്റവും കുറവൊന്നും പറയാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രൂപത്തിൽ, ഭർത്താവിനെ ഉപദ്രവിക്കുന്ന രൂപത്തിലുള്ള ദേഷ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നിർബന്ധിക്കുന്ന വസ്തുക്കളുടെ ആവശ്യപ്പെടൽ, അങ്ങനെ ഭർത്താവിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, അയാളിപ്പോൾ ഓൾറെഡി വീക്കാണ്, അയാൾ വലിയ പ്രയാസത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറുന്ന ഭാര്യ, മുവാസാത്തു സൗജി, ഭർത്താവിനെ മാനസികമായി പിന്തുണക്കുന്നവൾ. മഹദിയായ ഖദീജ ബീവി അതിന് മനോഹരമായ ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനീ പ്രബോധനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഖദീജ ബീവിയാണ് അല്ലേ? ഖദീജ ബീവി വഫാത്തായതിനു ശേഷവും റസൂലുള്ള ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഖദീജ ബീവിയെ കുറിച്ചാണ്. കാരണം എന്താണ്? നബിക്കാരുമില്ലാത്ത സമയത്ത് തണലായത് ഖദീജ ബീവിയാണ്. കുടുംബത്തിൽ എല്ലാവരും മരണപ്പെട്ടു, പ്രിയപ്പെട്ടവരെല്ലാം മരണപ്പെട്ടു പോയി. നാട്ടുകാരും വീട്ടുകാരും കുടുംബവും ഒറ്റപ്പെടുത്തിയപ്പോൾ കൂടെ നിന്നത് ഖദീജ ബീവിയായിരുന്നു. അതുകൊണ്ടാണ് ഖദീജ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവളായി മാറിയതും. ഇനി അടുത്തത് അൽ ഇഹ്തിമാമു ബിദ്ദീനി ഫിൽ ബൈത്തി, ഭർത്താവിൻ്റെ വീട്ടിൽ ദീൻ കാര്യങ്ങൾ നിലനിർത്തുന്നവൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവിൻ്റെ വീട്ടിൽ ദീൻ കാര്യങ്ങൾ നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ മക്കളെ അഥവാ സ്വന്തം മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തുക, നിസ്കരിപ്പിക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. വൈകുന്നേര സമയത്തിൽ അവർക്ക് മദ്രസ, സ്കൂൾ പോലെയുള്ള അവർ പാഠശാലകളിൽ നിന്ന് പഠിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി സഹായിക്കുക. അതുപോലെ നല്ല ഭക്ഷണങ്ങൾ പാകം ചെയ്തു കൊടുക്കുക, മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ദീനീ ചിട്ടയിൽ വീടിനെ മുന്നോട്ട് കൊണ്ടുപോവുക. മക്കൾ എന്തെങ്കിലും ഹറാമിലേക്ക് പോകുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. ഈ വീട്ടിൽ അത് അനുവദിക്കില്ല. ചിലപ്പോൾ ഭർത്താവ് വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റു ജോലി സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ ഭർത്താവിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ വീട് അത് മനോഹരമായിട്ട് ദീനിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത്. ഇനി അടുത്തതാണ് തജന്നുബുൽ മുഖാറനതു, മറ്റൊരാളുമായി ഭർത്താവിനെ താരതമ്യം ചെയ്യുക അല്ലേ? അപ്പുറത്തോളം ഭർത്താവ് നല്ല സൗന്ദര്യമുണ്ട്, അയാൾ നല്ല ഉയരമുണ്ട്, അയാളുടെ അടുത്ത് നല്ല ക്യാഷ് ഉണ്ട്, അയാൾ എപ്പോഴും ടൂർ പോവും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. നിങ്ങൾ കണ്ടില്ലേ ഓളെ ഭർത്താവ്, അയാളെ കണ്ടു പഠിക്കും. നിങ്ങൾ എന്തിനാ പറ്റുക? ഒരു രൂപക്ക് ഗുണമില്ല, ഒരു ടൂറ് പോവില്ല, എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങി വരുമോ?
നിങ്ങൾ അവളുടെ ഭർത്താവിനെ നോക്കൂ, ഇവളുടെ ഭർത്താവിനെ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന രൂപത്തിൽ മറ്റൊരാളുമായിട്ടുള്ള കമ്പാരിസൺ, മറ്റൊരാളുമായി താരതമ്യം ചെയ്ത് മറ്റൊരു പുരുഷനുമായി, മറ്റൊരാളുടെ ഭർത്താവുമായി സ്വന്തം ഭർത്താവിനെ താരതമ്യം ചെയ്യുന്ന ഭാര്യമാർ അവരെക്കാളും മോശമായ മറ്റൊരു സ്വഭാവമില്ല. ഇനി അടുത്തതാണ് ദുആ ഉലി സൗജി, ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുന്ന ഭാര്യ. ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുന്ന ഭാര്യ അല്ലേ? അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ആയുസ് കൊടുക്കണേ അല്ലാ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഉയർന്ന ജീവിതം കൊടുക്കണേ അല്ലാ, നല്ല ജോലി കൊടുക്കണേ അല്ലാ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാ. ഭർത്താവ് ഉള്ളപ്പോൾ തുറക്കണതല്ല, ഭർത്താവ് ഇല്ലാത്തപ്പോഴും അഭാവത്തിലും ജോലി സ്ഥലത്താകുമ്പോഴും 5 വഖത്തിന് സ്വന്തം കാര്യം റബ്ബിനോട് പറയുമ്പോൾ ഭർത്താവിന് വേണ്ടിയിട്ടും പറയുന്ന ഭാര്യ, നാളെ സ്വർഗത്തിലും ഒരുമിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന ഭാര്യ, ഭർത്താവിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച് ആശങ്കയുള്ള ഭാര്യ, ഭർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ഭർത്താവിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഭാര്യ. ഇതാണ് ഈ 10 സൽസ്വഭാവിയായ ഭാര്യമായിട്ടുള്ള ഗുണങ്ങൾ. ഇതിലേതെങ്കിലും സ്വഭാവങ്ങൾ നിങ്ങൾക്കില്ലേ, നിങ്ങൾ നല്ല ഭാര്യയല്ല. നിങ്ങൾക്ക് ചെറിയ കുറവുകളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിയിട്ട് ഈ പറയപ്പെട്ട സ്വഭാവങ്ങൾ ഉള്ളവരാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മനോഹരമായി മാറും. അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യുന്ന ദാമ്പത്യ ജീവിതമായി മാറും. അല്ലാഹു ബറക്കത്ത് ചെയ്താൽ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധം, സ്നേഹം ആക്കിയെടുത്തത് ആ ഭാര്യയും ഭർത്താവും അല്ല, അത് ഞാനാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നുന്ന സ്നേഹം, ഭർത്താവിന് ഭാര്യയോട് തോന്നുന്ന സ്നേഹം, പരസ്പര ഇഷ്ടം, പരസ്പര ഒരുമ, ഇതൊക്കെ റബ്ബ് നൽകിയതാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തുള്ള സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.